ആരോട് പറയാനാ? 2-3 ദിവസം മുമ്പ് ഓണത്തിന്റെ പ്രശ്നങ്ങൾ, ഓണത്തല്ല്, ഓണത്തിന് ആഘോഷം കുറച്ച് കൂടിപ്പോയി, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഇന്ന് നിങ്ങൾ നോക്കി, ഇന്ന് നബിദിനാണ്. എന്തായാലും ഈ നാട്ടുകാരിങ്ങനെ, എന്ത് ജനങ്ങൾ ഇങ്ങനെ, എന്നും ഇവരൊക്കെ നേരാകടോ? നമ്മൾ എത്ര കണ്ട് പറയുന്നു അത്ര കണ്ട് ഇതിന് സ്ട്രോങ് കൂടുകയാണ്. ഇത് കേരളമാണ്, ഇവിടെ ഇങ്ങനെയാണ്. അതാരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾ കണ്ടിരുന്ന വീഡിയോകൾ എന്നാ കണ്ടുപോയി. അങ്ങനെ നോട്ടുമാലേന്റെ പണിയൊക്കെ തീർന്നു കേട്ടോ. അപ്പൊ ഈ വർഷത്തെ നമ്മളെ സന്തോഷം നിറഞ്ഞ നബിദിനം കൂടി വന്നെത്തിയില്ലേ. അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും നബിദിന ആശംസകൾ. പിന്നെതാ നമ്മള് നോട്ടുമാലയൊക്കെ റെഡിയാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെ മഹലിൽ നിന്ന് ഇനി കുറച്ച് സമയം കൊണ്ട് നമ്മളെ നബിദിന കുട്ടികളെ റാലി എല്ലാം വരുന്നുണ്ട്. അപ്പൊ അതിന് ഭയങ്കര ആകാംക്ഷയിലും സന്തോഷത്തിലും നിൽക്കുകയാണ്. ഇതാ ഇപ്രാവശ്യം നമ്മള് കുഞ്ഞു മധുരമൊക്കെയാണ് കൊടുക്കുന്നത്. കാരണം നമ്മളെ അമ്മയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ആയ സ്ഥിതിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. അപ്പൊ അങ്ങനെയാണ്. പിന്നെ ഇന്നത്തെ നമ്മളെ കാലാവസ്ഥ പ്രതികൂലമായിട്ടാണ് നിക്കണത്. മഴയാണ് രാവിലെ തന്നെ. അടുത്ത പ്രാവശ്യം പായസം കൊടുക്കല്ലേ നമുക്ക്? ഇന്ന് ഉത്രാടം, നാളെ തിരുവോണം, നബിദിനം, ഉത്രാടായിട്ട് അടിപൊളി പായസം ഉണ്ട്. അപ്പൊ ഗൈസ് ഞാനും നബിദിനം കണ്ടുവരികയാണ്. ഒരുപാട് സന്തോഷമായിട്ട് കൊടുക്കാൻ വേണ്ടി ഒക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ. ആരോട് പറയാനാ അല്ലേ? ഒരു ക്ലാസ്